നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു നാം ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 1201 കർക്കിടക മാസം 6-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 22-ാം തീയതി ബുധനാഴ്ച. നാളെ സൗമ്യവാരം അഥവാ ബുധനാഴ്ച. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:16-നും അസ്തമയം വൈകിട്ട് 6:47-നുമാകുന്നു. നാളത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. 12 മുതൽ 1:30 വരെയുള്ള സമയം, 1.5 മണിക്കൂർ ദൈർഘ്യ സമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളെ തിഥി വെളുത്തപക്ഷത്തിലെ നവമി തിഥിയാകുന്നു. ചന്ദ്രൻ ബലവാനായി പൗർണമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നവമിയാണ് തിഥി, വെളുത്തപക്ഷത്തിലെ നവമിയാണ്. പക്ഷേ ഈ നവമി തിഥിക്ക് ഒരു പോരായ്മ എന്താണ്? അത് രിക്ത തിഥിയാകുന്നു, ഒഴിഞ്ഞ തിഥിയാകുന്നു. എന്താണ് ജ്യോതിഷത്തിൽ തിഥി എന്നാൽ? പഞ്ചാംഗത്തിൽ ആദ്യം സ്പർശിക്കുന്നതാണ് തിഥി. സാമ്പത്തികമായ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു തിഥി. ശുഭതിഥികളാണെങ്കിൽ ശുഭൗ തിഥായാം എന്ന് ശ്ലോകം തന്നെയുണ്ട് സ്വർണ്ണപ്രശ്ന വിഷയത്തിൽ. നല്ല തിഥിയായിരിക്കണം. നവമി നല്ല തിഥിയാണ്, പക്ഷേ അത് ഒഴിഞ്ഞ തിഥിയാണ്. അത് വെളുത്ത പക്ഷത്തിലായാലും കറുത്ത പക്ഷത്തിലേതായാലും നവമി ഒഴിഞ്ഞ തിഥിയാണ്. അപ്രകാരം ചതുർത്ഥി 4-ാമത്തെ തിഥി, നവമി 9-ാമത്തെ തിഥി, ചതുർദശി 14-ാമത്തെ തിഥി, ഇതൊക്കെ തന്നെ രിക്താതിഥികളാണ്, ഒഴിഞ്ഞ തിഥികളാണ്. സാമ്പത്തികമായ അഭിവൃദ്ധിയെ ഉണ്ടാക്കുന്നില്ല. നാളെ ബുധനാഴ്ച സ്ത്രീകളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിവസമാണെന്നറിയണം. അപ്രകാരമാണ് വെള്ളിയാഴ്ചയും. നാളെ നക്ഷത്രം ചോതി നക്ഷത്രമാകുന്നു. നല്ല ശുഭ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. വെളുത്തപക്ഷത്തിലെ ചോതിയാണ്. സ്വാക്ത്യം സാഗരശുക്തി പതിതം തൻ മൗക്തികം ജായത എന്ന് പ്രമാണമാണ്. ചോതി നാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി വെള്ളമാകുന്നു അമൂല്യമായ മുത്തായി മാറുന്നത്. മുത്ത് കോടിക്കണക്കിന് വിലയുള്ള അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വിലയുള്ള അമൂല്യങ്ങളായ പേൾ മുത്തായി മാറുന്നു ചോതി നാളിൽ ചിപ്പിക്കുള്ളിൽ പതിക്കുന്ന ഒരു തുള്ളി ജലം. ഏതായാലും നാളത്തെ നക്ഷത്രം നല്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നാളത്തെ ദിനം നിർബന്ധമായും എന്ത് ചെയ്യണം? സർപ്പക്ഷേത്രത്തിൽ പോകണം. തിരുവാതിര, ചോതി, ചതയം. ചോതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം രാഹുവാണ്. സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യണം. അവിടെ കേരളത്തിന് വെളിയിലുള്ളവർക്ക് നാഗക്ഷേത്രത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന. നാളെ നിങ്ങളെ പ്രാർത്ഥനയാണെങ്കിൽ ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. നാളത്തെ നല്ല നക്ഷത്രം, നല്ല ദിവസം. ഒരേ ഒരു പോരായ്മ, തിഥി ദുർബലമാണ്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം 1:45 മുതൽ 3:15 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി നിങ്ങളെ സമയം കണ്ടെത്താം. സാമ്പത്തിക വിഷയത്തിൽ മാത്രം കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രം. മറ്റെല്ലാ വിഷയങ്ങളിലും നാളത്തെ ഈ സമയം ഏറ്റവും അനുകൂലമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളത്തെ ദിനത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.